വർത്തമാനകാല കേരളത്തിൽ ഈ സാമ്പത്തിക വർഷം ഏറ്റവും ഒടുവിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷം കേരളത്തിന്റെ ധനകാര്യ സ്ഥിതിയുടെ വളർച്ചാ മാനകങ്ങൾ എന്തായിരുന്നു? നമ്മുടെ മാത്രം വിലയിരുത്തലല്ലോ, കേരളത്തിലെ LDF സർക്കാർ പറഞ്ഞതല്ലോ. 22% തനത് സാമ്പത്തിക വളർച്ച ഒറ്റ സാമ്പത്തിക വർഷം നേടിയ സ്റ്റേറ്റായി കേരളം ഈ വർഷം നിലനിൽക്കുകയാണ്. നികുതി ഏതര വരുമാനത്തിലോ തനത് നികുതി വരുമാനത്തിൽ 22% വർധനവ് ഒറ്റ സാമ്പത്തിക വർഷം കൊണ്ട് നേടിയ നമ്മുടെ കേരളം നികുതി ഏതര വരുമാനത്തിൽ 45% മേൽ വർധനവ് നേടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തെ ഇന്ത്യൻ കാലാവസ്ഥയിൽ ഏറ്റവും ശ്രദ്ധേയമായ നികുതി വരുമാനവും നികുതി ഏതര വരുമാനത്തിലെയും ഏറ്റവും ശ്രദ്ധേയമായ വളർച്ച നേടിയ പ്രാഥമിക പട്ടികയിലാണ് നമ്മുടെ കേരളം ഉള്ളത്. അതിനൊക്കെ യൂണിയൻ ഗവൺമെന്റ് അംഗീകരിച്ചതാണ്. 45% നികുതി ഏതര വരുമാന വർധനവ് നേടിയ 22% നികുതി വരുമാന വർധനവ് നേടിയ ഒരു സ്റ്റേറ്റിന് എന്തുകൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്? അവിടെയാണ് ദുഷ്ടലാക്കോടുകൂടെ ഈ കേരളത്തെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അവിടെയാണ് 60-68,000 കോടി രൂപയുടെ വലിയ വികസന പ്രവർത്തനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കെട്ടഴിച്ചു വിട്ടതുപോലെ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വികസന പ്രവർത്തനം സംഭവിക്കാൻ കേരളത്തിന് 5,670 കോടി രൂപ കൊടുക്കേണ്ട വന്നു. അനിഷ്ടകരമായ ഒരു യാഥാർത്ഥ്യം എന്നതുപോലെ, അപ്രിയമായ ഒരു സത്യം എന്നതുപോലെ കേരളത്തിന് ചെയ്യേണ്ട വന്നതാണ്. 5,670 കോടി രൂപ കൊടുത്താലും ശരി, ഇത്ര വലിയൊരു വികസന പ്രവർത്തനം കേരളത്തിൽ നടക്കേണ്ടതുണ്ട്. കാരണം മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനത്തോടും സ്വീകരിക്കാത്ത ശത്രുതാപൂർണമായ സമീപനം കേരളത്തോട് സ്വീകരിക്കുന്നു. അതിന് മുമ്പിൽ നമുക്ക് എന്താണ് മാർഗം? യുവരാജ് ഗോകുൽ, കേരളം മാത്രമല്ല ഈ പ്രതിസന്ധി നേരിടുന്നത്. ഇതൊക്കെ സംസ്ഥാന സർക്കാരുകൾ സഹിക്കണം. ഇതൊരു തരം പീഡനമല്ലേ? നോക്കൂ അജിംസെ, ഒന്നാമത്തെ കാര്യം, ലോകം ഒരു റിസഷന്റെ ഫ്രണ്ടിൽ ഫേസ് ചെയ്ത് നിൽക്കുകയാണ് എന്നുള്ളതാണ് മൊത്തത്തിൽ വേൾഡിലുള്ള എല്ലാ എക്കണോമിസ്റ്റുകളും ഒരുപോലെ പറയുന്നത്. പക്ഷെ അവരെല്ലാവരും ഒരുപോലെ തന്നെ പറയുന്നുണ്ട് ഇന്ത്യയാണ് ലോകത്തിലുള്ള എക്കണോമിക് രംഗത്തുള്ള ഒരു ബ്രൈറ്റ് സ്പോട്ട് എന്നുള്ളത്. റിസഷൻ തീരെ ബാധിക്കാത്ത ഒരു രാജ്യം വരുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ ആയിരിക്കുമെന്ന് എല്ലാ എക്കണോമിസ്റ്റുകളും, വേൾഡ് ബാങ്ക് ഉൾപ്പെടെ IMF ഉൾപ്പെടെ എല്ലാവരും തന്നെ അത് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ രാജ്യം പാലിച്ചു പോരുന്ന ഒരു ഇക്കണോമിക് ഡിസിപ്ലിനാണ്. സാമ്പത്തികമായ ഒരു അച്ചടക്കം നമ്മുടെ രാജ്യത്തിന് പാലിച്ചു പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രം ഇത്തരത്തിൽ കടമെടുക്കുകയും തീരെ സാമ്പത്തിക അച്ചടക്കമില്ലാതെ ചെലവാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, അജിംസ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ മൊത്തം കടം എന്ന് പറയുന്നത് ഇത്ര ശതമാനമായി വരുമ്പോൾ അത് കേന്ദ്ര സർക്കാർ നേരിട്ടെടുക്കുന്നതല്ലോ, ഈ സംസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ എടുക്കുന്ന കടങ്ങളാണ് കേന്ദ്രത്തിന്റെ കൂടെ അക്കൗണ്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അത്തരത്തിൽ കയറി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടമെടുപ്പിൽ അത്തരത്തിലുള്ള പരിധികൾ നിശ്ചയിക്കേണ്ടി വരുന്നത് രാജ്യത്തിന്റെ സുസ്ഥിരമായ ഡെവലപ്മെന്റിനും സുസ്ഥിരമായ അവസ്ഥയ്ക്കും വളരെയധികം സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കേരളത്തോട് മാത്രം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. കേന്ദ്രം ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളോടും ഒരുപോലെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഇത്ര ശതമാനത്തിൻ്റെ അകത്ത് സംസ്ഥാന GSDPയുടെ CGSDPയുടെ ഇത്ര പെർസെൻറ്റേജിനകത്ത് 3% മാത്രം കടമെടുക്കുക, 50% 0.5% വേറെ ചില മാനദണ്ഡങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്, അതുകൂടി പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടി എടുക്കാം എന്നുള്ള തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളോടും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കേരളത്തിനെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറയുന്നത് തീർത്തും ബാലിശമായിട്ടുള്ള ശ്രമമാണ്. കേരളത്തിനേക്കാൾ കൂടുതൽ ഈ വിഷയങ്ങളിൽ, ഇപ്പോൾ കിഫ്ബി പോലുള്ള വിഷയങ്ങളിൽ, കേരളം ഓഫ് ബഡ്ജറ്റിംഗ് ബോറോയിങ് നടത്തുന്ന അത്തരം വിഷയങ്ങളിൽ കൂടുതൽ ബാധിച്ചിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഉത്തർപ്രദേശിനെയാണ്. കേരളത്തിനേക്കാൾ കൂടുതൽ ഉത്തർപ്രദേശിനെ ആ വിഷയങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് ഭരിക്കുന്നത് BJP തന്നെയാണല്ലോ, മറ്റാരുമല്ലോ. അപ്പോൾ മറ്റ് ഒരുപാട് സംസ്ഥാനങ്ങളെ അത് ആ വിഷയങ്ങളിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് റിസോഴ്സസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിൽ അവർ സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒരു പർട്ടിക്കുലർ ഫോർമുലയുടെ ബേസിസ് ചെയ്തുകൊണ്ടാണ്. ശരിയാണ്, നമുക്ക് ചിലപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നമുക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം. കേരളത്തിന് മാത്രമല്ല, ഈ പറയുന്ന പോലെ മലപ്പുറം മധ്യപ്രദേശിന് എതിരഭിപ്രായം ഉണ്ടാകാം, തമിഴ്നാടിന് എതിരഭിപ്രായം ഉണ്ടാകാം. കാരണം ആ എതിരഭിപ്രായം എങ്ങനെയാണ്? അതായത് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ ഈ ടാക്സ് വിതരണം ചെയ്യുന്നതിൽ, നികുതി വിതരണം ചെയ്യുന്നതിലെ ഒരു പ്രധാനപ്പെട്ട ബെഞ്ച്മാർക്ക് ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക്, ജനസംഖ്യ വളർച്ച കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞ നികുതി, എത്രയും ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നികുതി. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പോളിസിയാണ് ജനസംഖ്യാ നിയന്ത്രണം എന്നിരിക്കെ അത് വിജയകരമായി പൂർത്തീകരിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെയുള്ളവയ്ക്ക് എന്നാൽ നിങ്ങൾക്ക് കുറച്ച് നികുതി മതി എന്ന് തീരുമാനിക്കുന്നതിൽ അനീതിയുണ്ട്. അല്ല, അത് അനീതി എന്ന് പറയാൻ പറ്റില്ല ജിംസെ. അതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യ വർദ്ധിച്ചു എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ് പല മേഖലകളിലും. അത് നമുക്ക് ഒരു സെക്ഷൻ ബൈ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് അതിനകത്ത് മറ്റൊരു തലത്തിലേക്ക് പോയതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നിരുന്നാലും ഈ പറയുന്ന ജനങ്ങൾ, ഇപ്പോൾ ജനസംഖ്യ വർദ്ധിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ആ ജനങ്ങളെ മുഴുവൻ നമുക്ക് പട്ടിണിക്കിട്ട് കൊല്ലാൻ കഴിയുമോ? അവിടുത്തെ സൂചികകൾ ഉയരാതെ നിന്ന് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ മൊത്തം സൂചിക ഉയരാതെ ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്തെങ്കിലും സാധിക്കുമോ? ഏതെങ്കിലും കുറച്ച് സ്ഥലത്ത് കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടേക്ക് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാതിരിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും നമുക്ക് അവിടേക്കൊക്കെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുകയും ആ ജനങ്ങളെ മുഴുവൻ നമ്മൾ ഫെയർ ട്രീറ്റ്മെന്റ്, എല്ലാവർക്കും ഈക്വൽ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറയുന്നത് സമത്വത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നാണല്ലോ അവർ പറയുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അസമത്വം നീക്കുക എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിലേക്ക് മാത്രം വരുമ്പോൾ അവർക്ക് എന്താ സമത്വവും അസമത്വം ഒന്നും, സമത്വം വേണ്ടേ? അസമത്വം തുടച്ചു നീക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് കൂടി
പറയുന്നതിന് പരസ്പര ബന്ധിതമാണ്. ഒരു വശത്ത് നികുതി വിഹിതം അർഹമായത് ലഭിക്കുന്നില്ല, അതുകൊണ്ടാണ് കടമെടുക്കേണ്ടി വരുന്നത്. അതിന്റെ അകത്ത് എങ്ങനെയാണ് അത് പ്രശ്നമായിട്ട് വരുന്നത്? ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ തന്നെയല്ലേ ഈ പറയുന്ന റിസോഴ്സിൽ നിന്നുള്ള അത് മാത്രവുമല്ല, ഇത് കേന്ദ്ര GST നിന്നുള്ള വിഹിതമല്ലേ വരുന്നുള്ളൂ. സംസ്ഥാന GST വിഹിതം സംസ്ഥാനത്തിന് അതുപോലെ തന്നെ ലഭിക്കുന്നില്ലേ? കൊടുക്കുന്നത് ഇത് കേന്ദ്ര GST-യിലേക്ക് നമുക്ക് അർഹതപ്പെട്ടതാണ്, അല്ലാതെ കേന്ദ്രം നമുക്ക് ഔദാര്യമായി തരുന്നതല്ല. നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട വിഹിതമാണ്. അവിടെ പ്രശ്നം ഇത് നമുക്ക് അർഹതപ്പെട്ടത് ലഭിച്ചില്ലെങ്കിൽ കടമെടുക്കാനെങ്കിലും കേന്ദ്ര സർക്കാർ ഇഷ്ടം പോലെ അത് സംസ്ഥാനങ്ങൾക്ക് പാടില്ല എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. കേന്ദ്ര സർക്കാർ ഇഷ്ടം പോലെ എവിടെയാണ് കടമെടുത്തിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ മൊത്തം GDP-യുടെ എത്ര % വിദേശ കടമുള്ളത് ഒന്ന് പറയാമോ? കേന്ദ്ര സർക്കാരിന്റെ മൊത്തം GDP-യുടെ എത്ര % കടമുള്ളത്? അത് ജപ്പാനുമായിട്ടും അമേരിക്കയുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ എത്രയോ തുലവും കുറവിലാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ സാമ്പത്തിക സ്ഥിരത അതാണ് ഞാൻ ജിംസ നേരത്തെ പറഞ്ഞത്. ആ പൊതുകടം മുഴുവൻ രാജ്യത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ എടുക്കുന്ന കടം കൂടി ചേർത്തിട്ടല്ലേ വരുന്നത്, അല്ലാണ്ട് കേന്ദ്ര സർക്കാർ മാത്രം പോയി എടുക്കുന്ന കടമല്ലല്ലോ. അപ്പൊ ആ കടം ഉയരാതെ നോക്കുക എന്ന് പറയുന്ന ബാധ്യത കേന്ദ്ര സർക്കാരിനില്ലേ? അപ്പൊ കേന്ദ്ര സർക്കാരിന് സാമ്പത്തിക അച്ചടക്കം പാലിക്കാതെയുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്നാണോ എല്ലാവരും കൂടി പറഞ്ഞു വരുന്നത്? അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്കൊന്നും ആ തരത്തിലൊന്നും നമുക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ ഇവിടെ പെൻഷൻ കൊടുക്കാതെ കേന്ദ്ര സർക്കാർ ശ്വാസം മുട്ടിക്കുന്നു, പിന്നെന്താണ് പിടിച്ചു പറിച്ചു അല്ലെ, എന്താണ് ഹൈവേ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് മാത്രം പിടിച്ചു പറിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നോക്കൂ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. അങ്ങനെ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. എന്നിട്ടും ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? ഈ 1600 രൂപയിൽ 200 രൂപയാണല്ലോ കേന്ദ്രത്തിന്റെ വിഹിതം എന്ന് പറയുന്നത്. ഈ 200 രൂപ കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാത്തത്? അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് മീഡിയ ഓൺ ചാനലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിന്റെ ഫ്ലോറിലോ വന്നിട്ടല്ലല്ലോ ഞങ്ങൾക്ക് കേന്ദ്രം പൈസ തരുന്നില്ല എന്ന് അവതരിപ്പിക്കേണ്ടത്. പാർലമെന്റിൽ പോയി അവതരിപ്പിക്കാമല്ലോ. അവിടെ എംപിമാരുണ്ടല്ലോ, ഇടതുപക്ഷത്തിന് എംപിമാരുണ്ട്, കോൺഗ്രസിന് എംപിമാരുണ്ട്. കൃത്യമായിട്ട് അവതരിപ്പിക്കാമല്ലോ. എന്തെങ്കിലും കിട്ടാനുള്ളത് മനഃപൂർവ്വം തടഞ്ഞു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കൊടുത്തു എന്ന് നുണ പറയുകയാണെന്നുണ്ടെങ്കിൽ അവകാശ ലംഘനത്തിൽ നോട്ടീസ് മൂവ് ചെയ്യാലോ. അല്ലെങ്കിൽ കേരളം ധവളപത്രം ഇറക്കുന്നത് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇതാണ്, കേന്ദ്രം ഞങ്ങളെ ഇത്ര രൂപ തരാനുണ്ട്, തരാതെ പിടിച്ചു വെച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സാമ്പത്തിക ഒരു ധവളപത്രം ഇറക്കുന്നേ, പ്രശ്നം തീർന്നില്ലേ? പിന്നെ ഹൈവേയുടെ കാര്യം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ജിംസ്. ഹൈവേയുടെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ജയിക്ക് പറയുന്നുണ്ട്, കേരളത്തിൽ നിന്ന് കേന്ദ്രം പിടിച്ചു പറിച്ചു, കേരളത്തിൽ മാത്രമാണ് വിഷയം എന്നുള്ള കാര്യം. അങ്ങനെയൊന്നുമല്ല. ഹരിയാന 3000-ലധികം കോടി രൂപ കൊടുത്തിട്ടുണ്ട്, UP 2000-ലധികം കോടി രൂപ കൊടുത്തിട്ടുണ്ട്, കർണാടകയും എനിക്ക് തോന്നുന്നു 20-30% ഒന്നും കർണാടകയും ബീറേണ്ടി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇതുപോലെ തന്നെ ഹൈവേ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സ്ഥലമെടുപ്പിന് വേണ്ടിയിട്ട് കാശ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിന്റെ സ്ഥിതിയിൽ കേരളത്തിന് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ റിയൽ എസ്റ്റേറ്റ് മേഖല കുഴച്ചു മറിച്ചിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണിത്. സാമ്പത്തികമായിട്ടുള്ള ഈ പറയുന്ന ഡിസിപ്ലിൻ ഇല്ലാതെ വരുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു അത്. റിയൽ എസ്റ്റേറ്റ് സംസ്ഥാനത്തിന് ഭൂമിയുടെ വില കൂടുതലാണ് കേരളത്തിൽ. ഭൂമിയിൽ അല്ല പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി വില ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരുന്നതിന് റിയൽ എസ്റ്റേറ്റ് മേഖല വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് രഹസ്യം. അതിന്റെ ഇടയിൽ കൂടി റിയൽ എസ്റ്റേറ്റ് മാഫിയ വളരെ കൃത്യമായിട്ടും ഇതിന്റെ അകത്ത് ആസൂത്രിതമായി തന്നെ ഭൂമി വില വർദ്ധിപ്പിക്കുന്ന തലത്തിലുള്ള പല നടപടികളും ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞാൻ പറയട്ടെ ജിംസ്, അതല്ലല്ലോ ഇവിടെ ഭൂമി വില വളരെ കൂടുതലായതുകൊണ്ട് തന്നെ സ്ഥലം ഏറ്റെടുപ്പിന് കാശ് കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് കേരളത്തിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പൈസ കൂടുതൽ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഇത് മനഃപൂർവ്വമായിട്ട് ആരുടെ നിന്നെങ്കിലും പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ടല്ല. BJP ഭരിക്കുന്ന സംസ്ഥാനം തന്നെയല്ലേ ഹരിയാന സർക്കാർ. 3000-ലധികം കോടി രൂപ ഹരിയാന സർക്കാരിന് കൊടുക്കേണ്ടി വന്നില്ലേ അവിടെ ഹൈവേ വികസനത്തിന് വേണ്ടിയിട്ട്? BJP സർക്കാർ എന്നല്ലേ UP ഭരിക്കുന്നത്. UP സർക്കാർ 2000 കോടി രൂപയിലധികം കൊടുക്കേണ്ടി വന്നില്ലേ? അവരാരെങ്കിലും പറയുന്നുണ്ടോ ഞങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ചു, ഞങ്ങളെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ കേരളത്തിലേക്ക് മാത്രം നമ്മൾ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തുക കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെങ്ങനെയാണ് പിടിച്ചുപറി എന്ന് പറയുന്നത്? ശരി, ഈ ടാക്സ് കൊടുക്കുന്നത് ആരാ? വ്യക്തികളാണ്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഭരിക്കുന്ന സർക്കാരിനാണ്. ആ സംസ്ഥാന സർക്കാരുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്, രണ്ടുപേർക്കും കൂടിയായിട്ടാണല്ലോ നമ്മളെ ടാക്സ് കൊടുക്കുന്നത്. സംസ്ഥാന GST കൊടുക്കുന്നുണ്ട്, കേന്ദ്ര GST കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നല്ലൊരു ഹൈവേ വേണ്ടി വരണം എന്നുള്ളത് ഈ ടാക്സ് കൊടുക്കുന്ന ഓരോ പൗരന്റെ അവകാശമാണ്. അപ്പോൾ ആ പൗരന്റെ അവകാശത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ പൈസ കൊടുക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കുന്ന പൈസ ഒന്നും അല്ലല്ലോ, ജനങ്ങളുടെ കാശ് തന്നല്ലേ. അത് ജനങ്ങളുടെ ആവശ്യത്തിന് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ. അതിനെന്തിനാണ് ഈ പിടിച്ചുപറി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയമായി നിലനിൽപ്പിന് അപകടം പറ്റുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പരാക്കി കേരള സർക്കാരിനെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ട്രഷറിയെ മാറ്റുന്ന തലത്തിലുള്ള കുത്തഴിഞ്ഞ ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൂർത്തിന് മേലെ ദൂർത്ത്, ക്ലിഫ് ഹൗസിനകത്ത് തൊഴുത്തിനകത്ത് ചാണകക്കുഴി, ഇതിനെല്ലാത്തിനും കൂടെ തന്നെ 3.5 ലക്ഷം, 40 ലക്ഷം, 25 ലക്ഷത്തിന്റെ ലിഫ്റ്റ്, സ്വിമ്മിംഗ് പൂള്, ഇങ്ങനെ ദൂർത്തിന് മേലെ ദൂർത്തായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരുടെയെങ്കിലും ഒക്കെ മേലിൽ
കാലിൽ പഴിചാരിയല്ലേ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. കേരളത്തിൽ ദാരിദ്ര്യം ഇല്ല എന്നാണ് പറയുന്നത്. ദാരിദ്ര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നത് സ്കൂളുകളിൽ? എനിക്ക് മനസ്സിലാകുന്നില്ല. ദാരിദ്ര്യം ഇല്ലാത്തൊരു നാട്ടിൽ നമ്മൾ എന്തിനാണ് ഉച്ചക്കഞ്ഞി കൊടുക്കേണ്ടി വരുന്നത്? ദാരിദ്ര്യമില്ലാത്തൊരു നാട്ടിൽ നമ്മൾ എന്തിനാണ് വയോജനങ്ങൾക്ക് 1600 രൂപ പെൻഷൻ കൊടുക്കേണ്ടി വരുന്നത്? ആ പെൻഷൻ കിട്ടാത്ത സമയത്ത് എന്തിനാണ് ഈ പറയുന്ന വയോജനങ്ങൾ പിച്ചച്ചട്ടിയും എടുത്ത് റോഡിലിറങ്ങി തെണ്ടേണ്ടി വരുന്നത്? അപ്പോ സാമൂഹികമായ സാഹചര്യങ്ങളുടെ നേർക്കാഴ്ച എന്ന് പറയുന്നത്, ഗ്രൗണ്ടിലെ കാഴ്ച എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആപേക്ഷികമായ ദാരിദ്ര്യം കുറവാണ് എന്നുള്ളതാണ്. കേവല ദാരിദ്ര്യം ഇല്ലാത്തൊരു സംസ്ഥാനമാണ് പറയുന്നത് സംസ്ഥാന സർക്കാരല്ല, നീതി ആയോഗാണ് കേവല ദാരിദ്ര്യം ഇല്ല ശരി. ദാരിദ്ര്യമില്ലെങ്കിൽ എന്തിനാണ് 1600 രൂപ കൊടുക്കുന്നത് എന്ന ചോദ്യം തന്നെ പ്രസക്തമല്ലേ? അല്ല, ദാരിദ്ര്യമില്ല എന്ന് അല്ല ഞാൻ പറയുന്നത്. 1600 രൂപ കിട്ടാത്ത ആൾക്ക് 1600 രൂപ കിട്ടാതാകുമ്പോൾ എനിക്ക് മരുന്ന് വാങ്ങാൻ കാശില്ല, അരി വാങ്ങാൻ കാശില്ല, ഭക്ഷണം വാങ്ങാൻ കാശില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പുറത്തിറങ്ങി പിച്ചച്ചട്ടി എടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയല്ലേ എന്നാണ് എന്റെ ചോദ്യം. ദാരിദ്ര്യം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ അത്തരം മേഖലകളിൽ ഭാഗ്യവശാൽ മുമ്പിൽ തന്നെയാണ്. അല്ലാന്നുള്ള അഭിപ്രായം എനിക്കില്ല. കേരളത്തിലെ ജനങ്ങളെ വില കുറച്ച് കാണുവാനോ അല്ലെങ്കിൽ അവരെല്ലാവരും വലിയ കൊടിയ ദാരിദ്ര്യത്തിലാണെന്ന് പറയാനോ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടും മറ്റ് പുറം രാജ്യങ്ങളിൽ പോയി പണിയെടുത്തുമൊക്കെ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്ന മലയാളികളാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുമുള്ളത്. അത് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ട് ഉണ്ടായതൊന്നുമല്ല. മലയാളികളുടെ സ്വതസിദ്ധമായ അധ്വാനശീലം കൊണ്ടും സ്വതസിദ്ധമായ ബുദ്ധി കൊണ്ടും അവർ നേടിയെടുത്തിട്ടുള്ള അവരുടെ ഒരു ജീവിത നിലവാരമാണത്. ഇതിന്റെ മുഴുവൻ പുറത്തു കയറി ഇരുന്നു കൊണ്ട് ദൂർത്ത് നടത്തി സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ കേരളത്തിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാമായിരുന്ന സാഹചര്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചതിന് ശേഷം വന്നിരുന്ന് കേന്ദ്രം നമ്മളെ പിടിച്ചു പറിക്കുകയാണ്, അതുകൊണ്ടാണ് നമുക്കിവിടെ ഒന്നും നടക്കാത്തതെന്നൊക്കെ പറയുന്നത് തീർത്തും ബാലിശവും രാഷ്ട്രീയപരവുമായ വാദങ്ങൾ മാത്രമാണ്. ഇതിലൊന്നും പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല.